മലയാള സിനിമാ ഗാനശാഖയ്ക്ക് ശ്രീ ജയചന്ദ്രൻ സംഭാവന ചെയ്തിട്ടുള്ള പാട്ടുകൾ നിരവധിയാണ്. നിരവധി പ്രശസ്തരായ സംഗീത സംവിധായകരുടെ കീഴിൽ ജയേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് നമ്മുടെ അടുത്ത അതിഥി. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. അർജുനൻ മാസ്റ്റർ എന്ന് ഞങ്ങളെല്ലാം വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ ശ്രീ അർജുനൻ. യദുകുല രതിദേവൻ എവിടെ, അതല്ലേ മാസ്റ്റർ ആദ്യം ജയേട്ടൻ പാടുന്ന പാട്ട്? റെസ്റ്റ് ഹൗസിൽ KP കൊട്ടാരക്കാരൻ മാസ്റ്റർ മലയാളത്തിൽ ചെയ്യുന്നതും ആദ്യകാല ചിത്രങ്ങൾ തന്നെയല്ലേ അത്, അല്ലേ? മറ്റേ കറുത്തപർണ്ണ കറുത്തപർണ്ണമാണ് ആദ്യം ചെയ്യുന്നത്, അല്ല? അത് കഴിഞ്ഞിട്ടും പിന്നെ അതിനുശേഷം ഒരു പടം ചെയ്തായിരുന്നു, അത് പുറത്തു വന്നില്ല. പിന്നീട് വന്നായിരുന്നു, പിന്നീട് മൂന്നാമത്തെ പടമാണ് റെസ്റ്റ് ഹൗസ്. ഞാൻ പറഞ്ഞു ആദ്യകാല സിനിമയിൽ പെട്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ജേട്ടൻ പാടുകയും ചെയ്തു, അല്ലേ? പിന്നീട് നിരവധി പാട്ടുകൾ മാസ്റ്റർ ഒരുപാട് പാടി. എന്താണ് ഈ ഗായകന് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത, മാസ്റ്റർക്ക് തോന്നിയിട്ടുള്ള ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ഈ ശിഷ്യന് മാത്രം കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണം. അക്ഷരങ്ങൾ പറയുന്നതിലും ആ രാഗത്തിൻ്റെതായ ഭാവം പോകാതെ പാടുന്നൊരു പാട്ടുകാരനാണ്. അതിനുശേഷം ഒത്തിരി പടങ്ങളിൽ പാടിയിട്ടുണ്ട്. പാട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പാട്ട്. പിന്നെ പിക്നിക്കിലൊക്കെ പാടി, റെസ്റ്റ് ഹൗസിൽ, പിന്നെ യദുകുല രതിദേവൻ കൂടാണ്ട് വേറെ ഒരു കോറസ് പാടിയിട്ടുണ്ട്. പിന്നെ ഈ മുത്തുകിലുങ്ങി അജ്ഞാതവാസം, അത് അജ്ഞാതവാസം. അജ്ഞാതവാസം. എനിക്ക് പടത്തിൻ്റെ പാട്ട് ഓർമ്മ വരുന്നില്ല. മാസ്റ്റർ ഈ സംഗീത സംവിധായകരിൽ ഏറ്റവും ശാന്തനായ ഒരു മനുഷ്യനാണ്. അയ്യോ, ശാന്തതയുടെ പര്യായമാണ് മാസ്റ്റർ. ഈ അന്നൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന രീതിയെ പറ്റി ജയേട്ടൻ നേരത്തെ പറയുമായിരുന്നു. ഇന്നത്തെ പോലെ ഇപ്പോൾ ട്രാക്ക് പാടി അന്ന് പാടുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡിയോനകത്ത് എല്ലാം ഓർക്കസ്ട്ര ഉണ്ടാവും. ആദ്യം കമ്പനിയിൽ, സ്റ്റുഡിയോയിലല്ല, ആദ്യം ഈ പാടി പ്രൊഡ്യൂസറുടെ വീട്ടിൽ, പ്രൊഡ്യൂസറുടെ ഓഫീസിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യും. അതിനകത്ത് പോയി പ്രാക്ടീസ് ചെയ്ത് നമ്മളവിടെ പോയി ദിവസം 1-2 ദിവസം പോയി പ്രാക്ടീസ് ചെയ്ത് വിളിച്ചിട്ട് നമ്മളവിടെ പോയി പ്രാക്ടീസ് ചെയ്ത് മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ഒരു തബല ഉണ്ടാവും, ഹാർമോണിയം ഉണ്ടാവും, വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് അത്രേ ഉള്ളൂ, എന്നിട്ടേ പോവുള്ളൂ സ്റ്റുഡിയോയിലേക്ക്. എന്നൊക്കെ പിന്നീടത് പ്രാക്ടീസിൻ്റെ കാര്യങ്ങളില്ലാതെ വന്നു. ഇപ്പോൾ പാട്ട് ജയന ഓഫീസ് എവിടെ കമ്പോസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് പഠിപ്പിക്കും. യേശുദാസിനെ വീട്ടിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീടത് പാടാൻ വരുന്നത് സ്റ്റുഡിയോ. അതെ. അപ്പോൾ ഓർക്കസ്ട്രക്കാർ 7 മണിക്ക് 7 to 9 അല്ലെങ്കിൽ 7 to 1 എന്ന കോൾ ഷീറ്റ് കിട്ടിയാൽ 7 മണിക്ക് ഓർക്കസ്ട്രക്കാർ വരും. അവർ വന്ന് 2 മണിക്കൂർ കൊണ്ട് നോട്ട്സ് കൊടുത്ത് അത് പ്രാക്ടീസ് ചെയ്യും. അപ്പോഴത്തേക്കും പാട്ടുകാർ അവിടെ വരും, പാട്ട് എഴുതിയെടുത്ത് പാട്ട് പഠിപ്പിക്കും. ആ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ ഓർക്കസ്ട്രയുടെ കൂടെ ഒരു റിഹേഴ്സൽ. ആ റിഹേഴ്സൽ കഴിഞ്ഞാൽ ബാലൻസിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പ്രാവശ്യം പാടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പാട്ടിന് എങ്ങനെ പോയാലും 3-3.5 മണിക്കൂർ പാട്ടുകാർക്കും പാടാനും അവർ തമ്മിലൊരു ധാരണയിലെത്താൻ വളരെ സൗകര്യങ്ങളുണ്ടായിരുന്നു. അത് പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ അന്ന് നമ്മൾ ഒന്നിച്ചെല്ലാം നിന്നിട്ട് ഇപ്പോൾ മ്യൂസിക്, ഇപ്പോൾ ഡ്യൂറ്റൊക്കെ തന്നെ പാടുന്നപ്പോൾ ജാനകിയമ്മയായാലും വാണിയമ്മയായാലും മറ്റേ സുശീലാമ്മയാലും ഒന്നിച്ച് നിന്നല്ലേ പാടുന്നത്. ഒന്നിച്ചു ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മളൊന്ന് പാടി നമ്മുടെ പാട്ട് എങ്ങനത്താണ് വരുന്നത്, എങ്ങനെ വരുന്നത് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. ഡ്യുവറ്റാണോന്ന് ഫുൾ പാടിയിട്ട് പോകുമ്പോൾ അവർ തന്നെ ഒരു കഷ്ണം പീസായിട്ട് എടുത്ത് 2 മെയിൽ ഫീമെയിലായിട്ട് എങ്ങനെ എടുക്കും. അപ്പം അങ്ങനെയാണ് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അന്ന് കിട്ടുന്നൊരു സുഖം ഇപ്പോഴത്തെ പാട്ടിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം 3 മണിക്കൂർ 3.5 മണിക്കൂറാണ് അതിനകത്തുള്ള എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ള ശ്രമമല്ലേ.
ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത്രയും 3-3.5 മണിക്കൂർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താലും പാടിയാലും ആ കാലത്ത് ഒരാളൊരു സ്വരം തെറ്റിച്ചാൽ ആദ്യം മുതൽ വരണം. അതിപ്പോൾ പാടുന്ന ആൾ ശരി തെറ്റിയാൽ പാടണം, ഫ്ലൂട്ടുകാരൻ തെറ്റിയാൽ പാടണം, തബലക്കാരൻ തെറ്റിയാൽ പാടണം, ഇതെല്ലാം ആദ്യം മുതൽ വരണം. അത്ര പ്രാക്ടീസ് തരാം നമുക്ക്, അത്രയും പ്രാക്ടീസ് ഉണ്ട്. ഈ ആദ്യം മുതൽ വരുമ്പോൾ അത്രയും പാടി നമ്മൾ പ്രാക്ടീസ് കിട്ടുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരു വരി തെറ്റിയാൽ അവിടെ കുത്താം, ശ്രുതി പോയാൽ ശ്രുതി ചേർക്കാം. അങ്ങനെ ഗായകനോ ഗായികയ്ക്ക് ശ്രുതി പോയാൽ ശ്രുതി ചേർക്കാം അന്നത്തെ രീതി. അല്ല, ഒരുപക്ഷെ ഇപ്പോൾ ജയേട്ടൻ ഏറ്റവും നന്നായി പാടിയൊരു ടേക്കിൽ അതിൻ്റെ അവസാനം ഏതെങ്കിലും ഒരു മ്യൂസീഷ്യൻ തെറ്റിക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ ചിലപ്പോൾ ഒരു നല്ല ടേക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നല്ലതല്ലേ ഏറ്റവും. അങ്ങനെയല്ല, അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ വരുന്ന ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പാടാതിരിക്കാൻ നിവൃത്തിയില്ല. അന്നത്തെ സിസ്റ്റം അതാണ്. ഇന്നിപ്പോൾ ഒരു പാട്ട് ട്രാക്ക് പാടാൻ കൂടി വന്ന ഒരു അരമണിക്കൂർ എടുക്കില്ല, പാട്ട് തീർന്നു, പാട്ട് പാടി പോവുകയാണ്. പണ്ട് പാടുമ്പോൾ ഒരു ദിവസം ഒരു പാട്ടുകാരനോ പിന്നെ ഗായികയായാലും ശരി ഗായകനായാലും ശരി മാക്സിമം 3 പാട്ട് ഒരു ദിവസം പാടാം. മാക്സിമം അത് വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. രാത്രി 10-11-12 മണി വരെ ഇരുന്നാൽ 3 പാട്ട് പാടാം. ഇന്ന് അതേസമയം 15 പാട്ട് പാടിയ മഹാന്മാരുടെ കൂടെ. അപ്പോൾ അതിനകത്ത് എന്തോരം ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല എന്ന് വെച്ച് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാടോടുമ്പോൾ നടുവോട് പഴയ കാലം പറഞ്ഞെന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടില്ല, അത് കിട്ടില്ല. അന്ന് കമ്പോസിംഗും അങ്ങനെ തന്നെയല്ലോ മാസ്റ്റർ, ആദ്യം പാട്ട് കിട്ടിയിട്ടില്ല, അത് എത്രയോ ട്യൂൺ ഇടണം. ഞാൻ 9-10 ട്യൂൺ വരെ ഒരു കവിതക്ക്. ഏത് പാട്ടാണെന്ന് ഓർക്കുന്നുണ്ട്? പാട്ട് എത്ര പാട്ടുകളാണ് മാഷ? ഒരുപാടുണ്ട്. അതിൽ അവസാനം കിട്ടിയ പാട്ട് വാൽക്കണ്ണെഴുതി. അവസാനം ഈ വാൽക്കണ്ണെഴുതി മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഒരു നിവൃത്തിയില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ടെസ്റ്റ് വെക്കാം. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഇതിൽ ഒരു 10-12 പിള്ളേരുണ്ട്, അവരൊക്കെ വിളിക്കാൻ പറഞ്ഞു. അവരെ വിളിച്ച് ഈ വിവരമൊന്നും പറഞ്ഞില്ല, ഇത് മത്സരമൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പാടി, അവർ കേട്ടു. സാർ நல்லா இருக்கு സാർ, நல்லா இருக்கு സാർ, நல்லா இருக்கு. അപ്പോൾ നമ്മൾ ശശികുമാർ സാറ് പറയണം, എന്നാൽ നമുക്കൊന്നുകൂടെ നോക്കിക്കൂടെ? അങ്ങനെ വന്ന പാട്ടാണ്. അങ്ങനെ പല പാട്ടുകളുണ്ട്. എല്ലാം തന്നെ നല്ലതിന് തന്നെ ആയിട്ടുള്ള ഒരു ശ്രമങ്ങളുണ്ടായിരുന്നു. പിക്നിക്കിൽ തന്നെയല്ലേ ശില്പികൾ നമ്മൾ ഭാരത ശില്പികൾ നമ്മൾ, അത് ചേട്ടനല്ലേ പാട്ടിനനുസരിച്ചുള്ള ട്യൂണുകൾ പറഞ്ഞുതരാൻ സമയമുണ്ട് നമുക്ക്. പാട്ട് മ്യൂസിക് ഡയറക്ടർക്ക് പറഞ്ഞുതരാൻ, പാട്ടുകാരനെ പഠിപ്പിക്കാനുള്ള സമയം ഇഷ്ടംപോലെ ഉണ്ടെന്നേ, ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. പാടി കറക്റ്റ് ചെയ്യിക്കാനും നല്ല സമയം അന്ന് ഒരുപാടുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുക, പാട്ട് കേൾക്കുക, എടുക്കുക, അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇതാണ്. കവിത ഇപ്പോൾ എഴുതിയിട്ടില്ല, അവർ ഈ കമ്പോസ് ചെയ്ത പാട്ടിന് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ വേണ്ട പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അക്ഷരം വരും. അപ്പം ഇതേപോലെ പോയിട്ട് അക്ഷരം. അതെ അതെ അതെ. റെക്കോർഡിങ്ങിന് ഇപ്പോൾ കവിത വേണമെന്നില്ല, ഇല്ല, ട്യൂൺ മൂളിയിട്ട് ഇത്രയും സൗകര്യം ഇനി എന്ത് വേണം? അതെ, പുതിയ തലമുറയിൽപ്പെട്ട സംഗീത സംവിധായകരുണ്ടല്ലോ മാസ്റ്റർ, അവർ ശരിക്കും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടുള്ളവരുണ്ട്, അഭ്യസിക്കാതെ വന്ന് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ട് ഇങ്ങനെ പറ്റുമായിരിക്കുമോ? ഈ ഒരു കവിത എഴുതി കൊടുത്താൽ അവർക്ക് അതുപോലെ ആ കവിതയ്ക്കനുസരിച്ച് ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. അതിന് ടേസ്റ്റുള്ള പിള്ളേർക്കല്ലേ വരാനൊക്കെ ഉള്ളൂ. അതല്ല, ഈ മാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് അതിനൊരു ഒരു ട്യൂൺ അങ്ങ് ഉണ്ടാക്കുകയാണ്, പിന്നെ അത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് വരികൾ എഴുതേണ്ട ബാധ്യത കവിത എഴുതുന്ന ആൾക്കാണ്. അപ്പോഴാണ് ഈ കവിതയ്ക്ക് അർത്ഥമില്ല, ഇങ്ങനെ കുറേ വാക്കുകൾ വാരി വെതറിയതാണ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറ്റപ്പെടുത്തൽ വരുന്നതും അതിൽ നിന്നാണ്. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഞാൻ ചോദിക്കണം, മാസ്റ്ററുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നുണ്ട്, അവർക്ക് ഒരു കവിത കൊടുത്താൽ ആ കവിതയ്ക്കനുസരിച്ച് ട്യൂൺ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമായിരിക്കുമോ?
അത് ശീലിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ശീലിച്ചവർക്ക് പ്രശ്നമല്ല, ശീലിക്കാത്തത് കൊണ്ടാണല്ലോ അവർ ലാലാല കൊടുക്കുന്നത്. നമ്മളെ പിന്നെ പ്രൊഡ്യൂസറിനും അത് മതിയായിരുന്നു, ഡയറക്ടർക്കും അത് മതിയായിരുന്നു, കാസറ്റ് കമ്പനിക്കും അത് തന്നെ മതി. അതെ, അവർക്ക് വന്ന ഒരു മ്യൂസിക് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പടത്തിനൊക്കെ പിന്നെ 15 ദിവസം, 1 മാസം, 1.5 മാസം വരെ ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവർ പറയുന്നത് 3 സിറ്റിങ്. അതെ അതെ, 3 സിറ്റിങ്ങിനകത്ത് എത്ര പാട്ടുണ്ട് അത് തീർന്നിരിക്കണം. ഈ 3ാമത്തെ 4ാമത്തെ സിറ്റിങ്ങിന് വരാൻ പറ്റില്ല, അങ്ങനെ വേറെ സ്ഥലത്ത് പോകണം. അപ്പോൾ ഈ 3 സിറ്റിങ് കൊണ്ടിട്ട് 4 പാട്ടുണ്ടെങ്കിൽ ആ 4 പാട്ട് തീർത്തിരിക്കണം. കവിത വരുമ്പോഴേ പാട്ടിൻ്റെ ഭാവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ട്യൂണിൻ്റെ ഭാവം കേട്ട് കവിത എഴുതാമെന്ന് പറഞ്ഞാൽ അത് എഴുതുന്ന ആളോട് ചോദിക്കണം എങ്ങനെയാണ് അയാളുടെ സൗകര്യം, നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കഥയ്ക്കനുസൃതമായ ഒരു സിറ്റുവേഷനിൽ ഒരു കവിത ഉണ്ടാവുകയും ആ കവിതയ്ക്കനുസരിച്ച് ട്യൂൺ ഉണ്ടാവുകയും ചെയ്യുന്നത് തന്നെയാണ്. അത് തന്നെയാണ്, യാതൊരു സംശയമില്ല, നല്ലത് അത് തന്നെയാണ്. ഇപ്പം നല്ല കവിത നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ട്യൂണിങ്ങാണ്, ഈ പിന്നെ ട്യൂൺ കൊടുത്തുള്ള സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. മാസ്റ്റർ ഇത്രയും കാലം ജയേട്ടൻ്റെ പാട്ടുകൾ കേട്ടതിൽ നിന്ന് പെട്ടെന്ന് ജയചന്ദ്രൻ ഗാനം എന്ന് പറഞ്ഞാൽ മാസ്റ്റർക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതായിരിക്കും? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതുകുലരുതീരം, പിന്നെ നിൻമണിയറയില്ലേ, നിർമ്മല ശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറി, ഓർമ്മ വരും. അതൊന്ന് പാടല്ലേ, രണ്ടുപേർക്കും കൂടെ പാടാം. എനിക്ക് അക്ഷരം ഓർമ്മയില്ല, ട്യൂണ് ഓർമ്മയില്ല. മക്കൾ പാടാൻ. മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൽമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ.